നല്ല മഴ ചാറുണ്ട്. ഒരു ഗരുഡൻ തേവൻ നമ്മളുടെ പാടത്തിന്റെ വരമ്പത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോ നമ്മൾ ബഹുമാനം കാണിക്കണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് എത്തി. വല്ലാണ്ടേക്ക് പോവാനും പേടിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തുനിന്ന് വരില്ല. നല്ലൊരു ആളാണ്, കണ്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിരുന്നു. സ്വാമി ശരണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആളിപ്പോ ഒരു പ്ലെയിൻ കമ്പിയും ഇരിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു കഴുകൻ ഇരുന്നായിരുന്നു, ഒരു വേങ്ങ മരത്തുണ്ടായിരുന്നായിരുന്നു. നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മളെ പക്ഷിരാജൻ കാണിച്ചു തന്നതാണ്. നല്ലൊരു ലണ്ടൻ യാർഡ്ലി എന്നൊക്കെ പറഞ്ഞാൽ മതി. നല്ലൊരു മഞ്ഞുതുള്ളി, ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. പിന്നെ അതൊരു ജീവിവർഗത്തിൽ പെട്ടതാണ്. അദ്ദേഹം ഇപ്പോൾ പാറി ഹൈറ്റിലേക്ക് കയറിയിട്ടോ. അപ്പൊ ഇനി നമുക്കിപ്പോൾ അവിടെ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ ശരിയാവാൻ്റെ അല്ല, 2, 3, 4 ആളുകളൊക്കെ കണ്ട് ചെറിയ പക്ഷികൾ ആളപ്പം പറക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഹൈറ്റിലേക്ക് പോവുകയാണ്. ഇനി നമ്മളെ വീടിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയണ മാതിരി അദ്ദേഹം ഒരു സാധനം അവിടുന്ന് കാണിച്ചു തന്നു. അത് സീക്രട്ടാണ്. അത് ഞാൻ വീഡിയോ കൂടെ കാണിക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയാലോ, ഇത് ഒക്കെ പന്നി വന്നിട്ട് നശിപ്പിച്ചതാട്ടോ. ഈ സൈഡിൽ വിളക്കൊന്നും നാശമല്ല, പന്നി വന്നിട്ട് നെല്ലിനൊന്നും കുഴപ്പമില്ല. കാരണം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അതിനോട് എനിക്കൊരു മുസ്ലിം സഹോദരൻ പറഞ്ഞു തന്നെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഈ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെ പോലുള്ള ആളുകൾ കാണും. അപ്പോൾ അത് നമ്മൾ വീഡിയോ ആയിട്ട് പങ്കുവെക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ കയ്യിലുണ്ടാവില്ല, ആ മൊബൈലവിടെ പോയി കിട്ടും. ഇത് നമ്മൾ ലേശം ഇടങ്ങറായിട്ട് വാങ്ങില്ല. അപ്പോൾ അതൊന്നും ഇപ്പോൾ പിന്നെ നമുക്ക് ആരും തരൂല. പിന്നെ ഇത് നമ്മളെ കറുമത്തുങ്ങ കണ്ടല്ലോ, 1, 2, 3, 4, 5. ഇത് പഴുത്തിട്ട് അറക്കണം. ബാക്കിയുള്ളത് വല്ല ഉപ്പേരിക്കൊക്കെ. ഇനിത് എപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം റോസ് പൂവ്. ഇത് നല്ലൊരു ചെണ്ടുമല്ലി തെയ്യാണ്. ഇത് നമ്മൾ പറയല്ലേ, മന്ദാര കുസുമ പ്രഖ്യായൈ നമഃ. മന്ദാരത്തിൻ്റെ ചെടി 2 തരത്തിലുള്ള വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പൂജക്ക് എടുക്കും. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ്, വെളുത്ത പൂവാണ്. പിന്നെ അതൊരു ചെത്തിമരാട്ടോ. അത് പറയാലോ, വൈറ്റ് കളർ പൂവാണ്. ഇതിൻ്റെ ഒരു വേരിൻ്റെ കഷ്ണം ഞാൻ കൊടുന്ന് കുഴിച്ചിട്ടതാണ്, നട്ടതാണ്. അത് ഉണ്ടാവും വൈറ്റ് കളർ തെച്ചി. ഇത് പിന്നെ നമ്മൾ സ്വന്തം ചേഞ്ച് റോസാണ്. പൂവിട്ടിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പൂവാണ്, മരമാണ്. ഇത് പരുന്ത് പക്ഷെ ശ്രീകൃഷ്ണ പരുന്തല്ല കേട്ടോ. പരുന്തുകൾ 2 തരമുണ്ട്. ഇതിന് നമ്മൾ ചക്കിപ്പരുന്ത് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ഉണ്ടോ? എന്തായാലും നല്ലൊരു പരുന്താണ്. അത് നമ്മളെ അനുഗ്രഹിക്കുന്നു, വേറൊന്നുമല്ല. ഇതൊരു വാഹനമാണ്, കണ്ടില്ലേ. എന്താ അറിയില്ല, ചെറുപ്പം മുതലേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊരു പേടിയാണ്. പെട്ടെന്ന് ഇതിൻ്റെ മുഖറൊക്കെ കാണുമ്പോൾ
ഇത് എന്ത് ജീവിനെ കണ്ടുണ്ടാക്കിയതാണ്? തീവണ്ടീന് ഈ സാധനത്തിനെ കാണുമ്പോൾ മിസ്തുബിഷിയുടെയാണ്. പക്ഷെ ഒരു ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ പരുന്ത് 4-ാം വേദത്തിൽ വളരെ പ്രാധാന്യമുള്ള പരുന്താണ് നമ്മൾ പറഞ്ഞ പരുന്ത്. അതായത് 4-ാം വേദം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുകയൊന്നും വേണ്ട, അറിയണവർക്ക് ഭയപ്പാടില്ല. പക്ഷെ എന്നാലും 4-ാം വേദം എന്ന് പറഞ്ഞാൽ അഥർവവേദം, ഇതിലാണ് ബലികർമ്മങ്ങൾ ഉൾപ്പെടുന്നത്. മാട്ടുപൊങ്കൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. ആട്, മാട്, കോഴി, അങ്ങനത്തെ കർമ്മങ്ങൾ. ശബരിമല പെരുമാൾ ശ്രീധർമ്മശാസ്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദങ്ങളിൽ ഒന്ന് അത് നമ്മളെ സ്വന്തം ശനീശ്വരൻ കാക്കക്കുട്ടി